മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീൻ്റെ അടുത്ത് പറയാണ്, നീയാണ് മോളെ ശരി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്ക്. നീ അന്ന് അവൾക്ക് കൊടുത്ത ധൈര്യമാണ് ഇന്ന് അവൾ കോടതിയിൽ രോഹിത്തിന് അനുകൂലമായി മറുപടി പറയാൻ സാധിച്ചതെന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അലീനടുത്ത് പറയാണ്. അപ്പോൾ അലീന പറയാണ്, അച്ഛാ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, അവൾ നല്ലൊരു കുട്ടിയാണ്. അവളെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനൊരു മൊഴിയിൽ എത്തിച്ചതാണ്. അവൾക്ക് കുറച്ച് ആത്മവിശ്വാസവും ധൈര്യം കൊടുത്തപ്പോൾ അവൾ സത്യസന്ധമായ കാര്യം വന്ന് കോടതിയിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് അലീന പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, എപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നീ ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ രോഹിത് രക്ഷപ്പെട്ടേനെന്നൊക്കെ തോന്നുകയായിരുന്നു. അത് എൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഇന്നത്തോടെ എനിക്ക് ബോധ്യമായി. എപ്പോഴും നീ പറയുന്നതായിരിക്കും ശരി, അവസാനത്തെ ശരി നിൻ്റെ ആയിരിക്കും എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, അല്ല രോഹിത്തിനെ രക്ഷിച്ചു എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അങ്ങനെ കോടതിയിൽ പ്രതികളെല്ലാം കൊണ്ടുവന്നുണ്ട്. അപ്പം ജഡ്ജിയാണെങ്കിൽ വിധി പറയുകയാണ്. അതിജീവിത 3 പേരെ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. അതിൽ രോഹിത് ഒരു കുറ്റവും തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് അതിജീവിത പറഞ്ഞതുകൊണ്ട് തന്നെ രോഹിത്തിനാണെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജഡ്ജി ഉത്തരവിറക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹരിക്കൊക്കെ ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ ആവുന്നുണ്ട്. അവർക്കൊന്നും ജാമ്യം കിട്ടില്ലല്ലോ. രോഹിത്തിന് സന്തോഷിക്കണോ അതോ എന്താണെന്നൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ കോടതിയിലെ കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനെ വക്കീലും അതുപോലെ ഗോവർദ്ധനും അറിയിക്കുന്നുണ്ട്. രോഹിത്തിന് ജാമ്യം കിട്ടി. കാരണം രോഹിത്ത് തന്നെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് ശരണ്യയുടെ മൊഴി കാരണം രോഹിത്തിന് ജാമ്യം കിട്ടിയെന്ന് ഗോവർദ്ധൻ വന്ന് പറയാൻ. അപ്പോഴത്തേക്ക് ബാലചന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പം ശിവശങ്കരനും മനുവും അവിടെ തന്നെയുണ്ട്. അപ്പം അവരുടെ വക്കീൽ വന്ന് പറയുന്നുണ്ട്, ഹരിക്ക് ജാമ്യം കിട്ടിയിട്ടില്ലെന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവശങ്കരനും മനുവിനും നല്ല വിഷമാവുന്നുണ്ട്. അപ്പം മനു ശിവശങ്കരടുത്ത് പറയുന്നുണ്ട്, അച്ഛാ വിഷമിക്കണ്ട, ശരണ്യ വേറെ ആരെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഹരിയെ തിരിച്ചറിയും. കാരണം കുറേ നാൾ കാമുകനാന്നും പറഞ്ഞ് കൂടെ കൊണ്ട് നടത്തുന്നതല്ലേ, ഒരിക്കലും അവനെ മനസ്സിലാവാതിരിക്കത്തില്ല, അവനെ പേര് ചൂണ്ടിക്കാണിക്കാതിരിക്കത്തില്ല എന്ന് മനു പറയുകയാണ്. വക്കീൽ പറയാണ്, 15 ദിവസം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, റിമാൻഡിലാക്കിയേക്കുവാണെന്ന് പറയുകയാണ്. ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, രോഹിത്തിന് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. രോഹിത്തിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആ കുട്ടി പറഞ്ഞ് രോഹിത്തെ ഉപദ്രവിച്ചിട്ടില്ല, രോഹിത്തിനെ അറിയാം പക്ഷെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി തന്നെ ആ കുട്ടി കോടതിയിൽ പറഞ്ഞുള്ള കാര്യം വക്കീൽ ശിവശങ്കരനടുത്ത് പറയാണ്. അതും കൂടെ കേട്ടപ്പോഴത്തെ ശിവശങ്കരൻ ആകെപ്പാടെ തകർന്നു. അങ്ങനെ കോടതി വിധി എല്ലാം കഴിഞ്ഞ് കോടതിയിലെ ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം കഴിഞ്ഞ് രോഹിത് പുറത്തേക്ക് വരികയാണ്. രോഹിത്തിനെ തിരക്കി ബാലചന്ദ്രനും അലീനയും പുറത്ത് തന്നെയുണ്ട്. അപ്പം അലീനയെ കാണുമ്പോൾ രോഹിത്തിന് ഒരു ദേഷ്യമോ ഒരു വിഷമോ അങ്ങനൊരു ഭാവമാണ്, ഒരു കുറ്റബോധം, എന്തൊക്കെയോ ഒരു സങ്കടമൊക്കെ രോഹിത്തിൻ്റെ മുഖത്തുണ്ട്. അലീന ഇങ്ങനെ സങ്കടത്തോടെ രോഹിത്തിൻ്റെ മുഖത്ത് നോക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ അടുത്ത് പറയാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, നിന്നെ അങ്ങനെ അങ്ങ് കൈവിട്ടാൽ കളയാൻ പറ്റുമോ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിടം തൊട്ടേ നിന്നെ രക്ഷിക്കാനുള്ള പാച്ചിലായിരുന്നു ഞാൻ. അവസാനം ആ കുട്ടി തന്നെ കനിഞ്ഞു. ഇതിനെല്ലാം കാരണം അലീനയാണ് ആദ്യം മനസ്സിലാക്കിയത് നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അത് വന്നത് കോടതിയിൽ പറയാൻ ആ കുട്ടിക്ക് ധൈര്യം കൊടുത്തതും അലീന തന്നെയാണ്. അതുകൊണ്ടാണ് ശരണ്യ ഇന്ന് വന്ന് കോടതിയിൽ വന്ന് നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും രോഹിത് ഒന്നും വേണ്ട ദയനീയമായി അലീനയെ നോക്കുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിലേക്ക് വരികയാണ്. രോഹിത്തിനാണെങ്കിൽ ആരെയും ഇറങ്ങാൻ പോലും വയ്ക്കാത്ത അവസ്ഥയാണ്. ആ രീതിയിൽ പോലീസും എല്ലാവരും കൂടെ കാലൊക്കെ തല്ലി ഒരു രോഹിത്തിനൊരു പരുവാക്കിയിട്ടുണ്ട്. എന്തായാലും രോഹിത് ഭയങ്കര ദയനീയമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വീട്ടിലേക്ക് നോക്കുവാണ്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ലെന്ന് രോഹിത് വിചാരിച്ചാണ് അങ്ങോട്ടേക്കാണ് രോഹിത് വരുന്നത്. അങ്ങനെ രോഹിത് ഭയങ്കര ദയനീയമായിട്ട് നടന്നു വരികയാണ്. അതൊക്കെ കാണുമ്പോഴത്തേക്ക് ബാലചന്ദ്രനും അലീനയ്ക്കും എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്, എന്നാലും ഒരു സന്തോഷമുണ്ട്, രോഹിത്തിന് ജാമ്യം കിട്ടിയല്ലോ. അപ്പോഴത്തേക്ക് ബബിത വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ആരോടും ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് കയറി പോവുകയാണ്. ഇതാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പം ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് ബബിത ചോദിക്കുകയാണ്, എന്തായാലും രോഹിയേട്ടന് ജാമ്യം കിട്ടി, അതെങ്ങനെ കിട്ടിയച്ചാ എന്ന് പറയാണ്. അത് ആ ശരണ്യ സത്യസന്ധമായ കാര്യം തന്നെ വന്ന് കോടതിയെ പറഞ്ഞ് രോഹി അവളെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ലെന്ന്, അതുകൊണ്ട് ജാമ്യം കിട്ടിയെന്ന് പറയുകയാണ്. ഏട്ടനൊക്കെ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കൊന്നും ജാമ്യം കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. ഇപ്പം ഒന്നും അവനോട് ചോദിക്കാൻ പോകണ്ട എന്ന് പറയുകയാണ്.
അങ്ങനെ അലീനയും ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ നിന്നിട്ട് മുറിയിലേക്ക് പോവുകയാണ്. രോഹിയാണെങ്കിൽ മുറിയിലേക്ക് പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെടുവാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ബബിത ചെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. രോഹിയേട്ടാ എന്ന് പറഞ്ഞ് തട്ടുന്നുണ്ട്. അപ്പോൾ രോഹി വന്ന് ഡോറ് തുറക്കുവാണ്. അന്നപ്പോൾ രോഹി എടുത്ത് പറയാണ്, എന്നെ വന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ആരും വന്ന് എന്നെ വിളിക്കുകയോ കാണുകയോ ചെയ്യില്ലേ, അതെനിക്കിഷ്ടമല്ല. എന്നെ ആരും ഇവിടെ വന്ന് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല. എന്നെ ഒന്ന് വെറുതെ വിടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡോറ് പിടിച്ചടയ്ക്കുകയാണ്. അതിനൊക്കെ ശേഷം ബബിത അങ്ങ് വിഷമിച്ചങ്ങ് പോവുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അലീനയാണെങ്കിൽ ഫുഡുമായിട്ട് വന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. അപ്പോഴും രോഹി വന്ന് ദേഷിച്ച് ഡോറ് തുറക്കുന്നുണ്ട്. അലീന ഒന്നും മിണ്ടാതെ ഫുഡൊക്കെ കൊണ്ടുവന്ന് അകത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് പോവുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്തിന് ആകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് ആകപ്പാടെ മാനസിക നില തെറ്റിയ അവസ്ഥയിലായി. ആ ചോറ് എല്ലാം തട്ടിക്കളയുകയാണ്. കാരണം ഇത്രയും അപമാനിതനായി ഇത്രയും ദിവസം ജയിലിൽ കിടന്ന് മാത്രവുമല്ല ഒരു തെറ്റിന് കൂട്ടുനിന്ന് അങ്ങനെ ആകപ്പാടെ മാനസിക നില തകർന്ന രോഹി അതെല്ലാം തട്ടിക്കളയുകയാണ്. അലീനയാണെങ്കിൽ ഇതൊക്കെ കണ്ട് വിഷമിച്ച് പുറത്തേക്ക് പോവുകയാണ്. ശേഷം അലീന തന്നെ എല്ലാം ക്ലീനാക്കി ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈകിട്ട് ഓടി വരികയാണ് കൃഷ്ണമോൾ വരുമ്പോഴേ അലീന എടുത്ത് ചോദിക്കുന്നുണ്ട്, രോഹിയേട്ടന് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. കിട്ടിയെന്ന് പറയുന്നുണ്ട്. രോഹിയേട്ടാന്നും പറഞ്ഞിട്ട് ഓടി മുകളിലേക്ക് വരികയാണ്. അപ്പം അലീനെ വിളിച്ചിട്ട് പറയാണ്, മോളെ ഇപ്പോൾ ഓടി അങ്ങോട്ട് പോകണ്ട, അവൻ്റെ മാനസികത ശരിയല്ല, അവൻ ആകപ്പാട് സങ്കടവും ദേഷ്യമൊക്കെ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോളിപ്പം ചെന്ന് ശല്യപ്പെടുത്തണ്ട, അവൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്ന് ഒന്ന് സമാധാനമായതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് അലീന കൃഷ്ണമോളത്ത് പറയാണ്.